പൂഞ്ഞാർ പള്ളിമറ്റത്തായിരുന്നു ഒരു പ്രശ്നമുണ്ടായത്. കുട്ടികൾ വണ്ടി റേസ് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ഘട്ടത്തിൽ ഒരു വൈദിക സ്റ്റേഷൻ്റെ കയ്യിലിടിച്ച് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. അന്ന് വൈകുന്നേരം അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം ആ പ്രദേശത്തുണ്ടായി. അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 27 പേരുടെ പേരിലാണ് കേസെടുത്തത്. ആ 27 പേരിൽ 10 പേർ വിദ്യാർത്ഥികളാണ്, 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ബാക്കി 17 പേർ 18 വയസ്സിന് മുകളിലുള്ളവരും. ഇത് വന്നപ്പോൾ രക്ഷകർത്താക്കൾക്ക് ആകെ വിഷമായി. കേസിൻ്റെ വകുപ്പ് 307 ആണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടാത്തൊരവസ്ഥ വരും. ഇത്തരൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അവരുടെ എല്ലാം കുടുംബങ്ങളിൽ വല്ലാത്ത വിഷമങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ അന്യോന്യം ഒരു തർക്കത്തിലേക്ക് പോകാതെയും രണ്ട് മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കളക്ട്രേറ്റിൽ ഞങ്ങൾ യോഗം വിളിച്ചത്. ആ യോഗം പൂർണ്ണ അർത്ഥത്തിൽ വിജയമായിരുന്നു. രണ്ട് കൂട്ടരും ഉള്ളുതുറഞ്ഞ് ചർച്ച ചെയ്തു. ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചും പ്രവർത്തിക്കുമെന്ന് വൈദിക ശ്രേഷ്ഠരും ഒപ്പം കുട്ടികളുടെ രക്ഷകർത്താക്കളും ഒരേ സ്വരത്തിൽ സംസാരിച്ച് പരസ്പരം കൈകൊടുത്ത് ആലിംഗനം ചെയ്താണ് ഞങ്ങൾ പിരിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ ഇപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് ജാമ്യം ജുവനൈൽ കോടതി ഉണ്ടായിരുന്നവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നാളെ ബെയിൽ ആർഗ്യുമെന്റ് നടക്കുകയാണ്. ആ ബെയിൽ ആർഗ്യുമെന്റ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത്, നാളെ കുറേ കുട്ടികൾക്ക് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പക്ഷേ പോലീസ് പ്രൊട്ടക്ഷനിൽ വന്നിട്ട് പരീക്ഷ എഴുതുന്നത് കുട്ടികൾക്ക് മാനസികമായി യോജിപ്പില്ല രക്ഷകർത്താക്കൾക്കും. അതുകൊണ്ട് അവർക്ക് അടുത്ത ഒരു പരീക്ഷയോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. അവരുടെ ഭാവി പോകരുതല്ലോ. അപ്പോൾ അത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് കേസെടുത്ത രംഗത്തോ വകുപ്പെട്ടതിലോ എന്തെങ്കിലും പിശകോ പോരായ്മയോ ഉണ്ടോ എന്നുള്ളത് SP പരിശോധിക്കും. അത് പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ ബന്ധപ്പെട്ടവരെ ഇവർ അറിയിക്കും. തുടർന്ന് മുന്നോട്ട് ഞങ്ങളും നിങ്ങളും എന്നുള്ളത് മാറി നമ്മൾ എന്ന രൂപത്തിലേക്ക് പരസ്പരം ബന്ധപ്പെട്ട് എല്ലാവരും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നല്ല രൂപത്തിലുള്ള ഒരു സന്ദേശത്തോടുകൂടി ഈ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ആ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ നല്ല പരിശ്രമങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുണ്ടായാലും എല്ലാവരോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാവരും ഒരേ രൂപത്തിൽ ഇതിനോട് സഹകരിച്ചിരുന്നു. മീഡിയയും ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾക്ക് അവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ചില കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവരുണ്ട്. അവരാദ്യമായി ജയിലും പോലീസും ഒക്കെ കാണുകയാണ്. ആർക്കെങ്കിലും ഭീതിയോ വിഷമമൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അല്ല, അത് കർശനമാക്കി പോലീസ് SP അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായ കേസാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. വിദ്വേഷ പരാമർശങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി ഒരു പ്രദേശത്ത് പോലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും എവിടെയെങ്കിലും ചെറിയ തൊരിതായുണ്ടോ അപ്പം തന്നെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ച് മതനിരപേക്ഷ നിലപാടെടുത്തു പോകുന്നതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാവാത്തത്. ഉത്തരപൂർവ്വ ഭാരതത്തിലെ പോലെ അവസ്ഥയൊന്നും ഉണ്ടാവാത്തത്. ഇവിടെ ഏതായാലും ഈ കോട്ടയം ജില്ല പ്രത്യേകിച്ച് അക്ഷരനഗരിയാണ്. ഈ ജില്ലയെ സംബന്ധിച്ചോളം സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ആ പ്രദേശത്തെ പൂഞ്ഞാറിലെയും ഈരാറ്റുപേട്ടയിലെയും ജനങ്ങൾ ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷം അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം അവിടുത്തെ MP MLA എല്ലാവരും ജനപ്രതിനിധികളും ഒക്കെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് വരാൻ തീരുമാനിച്ചു. ഇതിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശത്തോടുകൂടി കടന്നു വരുന്നവരുണ്ടെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന രംഗവും പൊതുവായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഈ ആരാധനാലയങ്ങളിൽ വീണ്ടും ഇതുപോലെയുള്ള ആരാധന നടക്കുമ്പോഴൊക്കെ ഈ കുട്ടികളിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലാണ് ഏത് ആലയങ്ങളായിക്കോട്ടെ ഇതുപോലെയൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുട്ടികളിൽ ഒരു അവബോധം ശ്രദ്ധിക്കുന്ന. അതുകൊണ്ടാണ് കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞതും അവബോധം സൃഷ്ടിക്കാൻ ആവശ്യമായ ക്യാമ്പയിൻ നടത്തുമെന്നും പറഞ്ഞത് എന്റെ പേരിലാണ്. അതുകൊണ്ട് ഏത് ആരാധനത്തിന്റെ നമ്മൾ ഒരാരാധനാലയത്തെയും ഒറ്റ ചെറുതായിട്ടോ കാണുന്നില്ല. എല്ലാ ആരാധനാലയങ്ങൾക്കും അതിന് അതിൻ്റെതായ മഹത്വവും പ്രാധാന്യമുണ്ട്.
അത് ഏത് മതത്തിൻ്റേതാവട്ടെ, ഏത് ജാതിയുടേതാവട്ടെ, ഏത് ആചാരമായാലും ഏത് അനുഷ്ഠാനമായിരുന്നു, അതിനോടെല്ലാം നമുക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അതൊക്കെ നിലനിർത്തി പോകാൻ ആവശ്യമായ നിലപാടുകളാണ് ഗവൺമെൻറ് എടുക്കുക. അല്ല ഒന്നിനെ മറ്റൊന്നിനായി തിരിച്ചുവിടുകയോ മറ്റേതെങ്കിലും കലാപം ഉണ്ടാക്കാൻ അവസരം വഴിമരുന്നിടുകയോ എന്ന ഒരു സമീപനവും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. പൂർണ്ണമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിലുള്ള നിലപാടുകളെല്ലാമായി മുന്നോട്ട് പോകുന്നത്.